ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ നെട്ടോട്ടമാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഇനി 2 ലക്ഷം രൂപ ഒപ്പിക്കാതെ യാതൊരു നിവൃത്തിയില്ല. അതിനുവേണ്ടി നമ്മുടെ ശ്രുതി എന്തൊക്കെ കള്ളത്തരം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതി 2 ലക്ഷം രൂപ ഒപ്പിക്കുന്നുമുണ്ട്. ആ 2 ലക്ഷം രൂപ ഇല്ലെങ്കിൽ നമ്മുടെ നവീൻ ദാസിന്റെ ബോഡി കൊണ്ടുപോയി നമ്മുടെ ചന്ദ്രോദയത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിന്നെ പോലീസ് പോലീസ് പൊക്കിക്കൊണ്ട് പോകും. മാത്രമല്ല നിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കും എന്നൊക്കെ ആന്റണി പറയുന്നുണ്ടേ. അപ്പോൾ ഏതായാലും അത് തന്നെയാണ് നമ്മളെ നാളത്തെ വിശേഷത്തിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ശ്രുതിയുടെ തത്രപ്പാടും നെട്ടോട്ടവും, ശ്രുതി ആ 2 ലക്ഷം രൂപ ഒപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, കള്ളത്തരം ഉണ്ടല്ലോ, എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി പുതിയൊരു പരിപാടിയും കൂടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രേവതിക്ക് പൂക്കച്ചവടം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറിയ പരിപാടിയും കൂടെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കുകയാണ്, പറഞ്ഞു ബോറാക്കുന്നില്ല കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആകാശം നോക്കി നക്ഷത്രങ്ങളൊക്കെ എണ്ണിക്കിടക്കുകയാണല്ലോ. അങ്ങനെ അവരുടെ ചെറിയൊരു റൊമാൻസ് സീന് തന്നെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അവരങ്ങനെ റൊമാൻസൊക്കെ അടിച്ച് ഇങ്ങനെ അവർ പതിയെ കിടന്നുറങ്ങി പോവുകയാണ് കേട്ടോ. ആ ഒരു നിലാവുള്ള രാത്രിയിലെ നക്ഷത്രങ്ങളൊക്കെ എണ്ണി രണ്ടുപേരും ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്പരം അവരുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച്, അതുപോലെ നമ്മുടെ സച്ചിയേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നും അതുകൊണ്ടാണ് എൻ്റെ ആങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ സച്ചിയേട്ടൻ ഞങ്ങളെ ചേർത്ത് എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചില്ലേ, എത്ര നന്ദി പറഞ്ഞാലും സച്ചിയേട്ടൻ മതി വരില്ല. എനിക്ക് ദൈവം കൊണ്ടു തന്ന സച്ചിയേട്ടനെ, ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം കൊണ്ടു തന്ന സച്ചിയേട്ടനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനെ വാനോളം പുകഴ്ത്തി വിടുകയാണ്. ഏതായാലും സച്ചി ഇതൊക്കെ കേട്ടോണ്ട് രേവതിയെ സ്നേഹിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല നമ്മുടെ ശ്രുതിക്ക്. അറിഞ്ഞേ പറ്റൂ. എങ്ങനെ ആയിരിക്കും ആ ഒരു കാര്യം നടന്നത്? നമ്മുടെ ശരത്തിനെ എതിരെയുള്ള കേസ് പിൻവലിച്ചതേ അതെങ്ങനെയായിരിക്കും എന്ന് അറിയാതെ ഒരു സമാധാനം കിട്ടുന്നില്ലെന്നേ നമ്മുടെ ശ്രുതിക്ക്. ശ്രുതി എന്ത് ചെയ്യുന്നു? ശ്രുതി ഇതറിയണമെങ്കിൽ ഭാമേനെ കണ്ടേ പറ്റത്തുള്ളൂ. ഭാമയാണല്ലോ നമ്മുടെ ചന്ദ്രയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ഏക ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ, ആകെയുള്ളൊരു ബെസ്റ്റ് ചങ്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭാമയല്ലേ, ചന്ദ്രയുടെ. അപ്പം നേരെ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വിടുകയാണ്. അപ്പം പതിവില്ലാതെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ ശ്രുതി പോവത്തില്ലായിരുന്നു, പക്ഷെ പോവുകയാണ്. അങ്ങനെ പോയി നമ്മുടെ ശ്രുതി ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതാരാ വന്നേക്കുന്നത്? ശ്രുതിയോ? മോളെ എത്ര ദിവസമായി ഈ വഴിയൊക്കെ വന്നിട്ട്? പണ്ട് നീ വന്ന് സ്ഥിരം എനിക്ക് മസാജൊക്കെ ചെയ്ത് തരാറുന്നില്ലേ? നിന്റെ ഈ മസാജ് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും മോള് കയറി വാന്ന് പറഞ്ഞ് ശ്രുതിനെ അകത്ത് കയറ്റിയൊക്കെ വിളിച്ചൊക്കെ ഇരുത്തുകയാണ്. ഏതായാലും ആൻറ്റി എങ്ങനെയുണ്ട്, എന്നാ കൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ, ആൻറ്റിക്ക് എൻ്റെ മസാജ് മിസ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്, ഞാനെന്നാൽ പിന്നെ ഒന്ന് മസാജൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ, അല്ലേലും എൻ്റെ പൊന്നുമോളെ പ്രായം കൂടുന്നതിനനുസരിച്ച് പെടലിക്കൊക്കെ ഭയങ്കര വേദനയാണെന്നേ. കാലിനും പെടലിക്കും കൈക്കും ഒക്കെ ഭയങ്കര വേദനയാണ്. എന്ത് ചെയ്യാനാ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഈ വീട്ടിൽ, അതുകൊണ്ട് പണികളൊന്നുമില്ല. പക്ഷേ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇടയ്ക്ക് ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അതാണ് എൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. സംസാരിക്കാൻ പോലും ആരുമില്ല. ഈ ഒരു അവസ്ഥ ആർക്കും വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും ഇവിടെ ഇരിക്കുക, ഞാൻ ഭാമ ആൻറ്റീനെ ഒന്ന് മസാജ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് ഭാമയുടെ മനസ്സിൽ നിന്നും അത് വെളിയിൽ കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി അതേ എൻ്റെ ആൻറ്റിയില്ലേ ചന്ദ്ര ആൻറ്റി ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ കാരണം എന്താ? അങ്ങനെ പിൻവലിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ അത് പിന്നെ പിൻവലിച്ചത് നല്ലതല്ലേ ശ്രുതി, കാരണം ഒരു കൊച്ചിൻ്റെ ജീവിതം അവൻ്റെ ഭാവിയൊക്കെ തുലയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ ശരിയാ ഭാമി ആൻറ്റി പറയുന്നത്, പക്ഷെ അവനൊരു കള്ളനാണല്ലോ. അതൊക്കെ പോട്ടെ, ഏതായാലും ആൻറ്റി ആ കേസ് പിൻവലിച്ചല്ലോ. ഭാമി ആൻറ്റി പറ, ഭാമി ആൻറ്റി അതെങ്ങനെയാ ആൻറ്റി ആ കേസ് പിൻവലിച്ചത്? അമ്മ അങ്ങനെ ആര് പറഞ്ഞാലും മൈൻഡ് മാറ്റുന്ന ആളല്ല. അച്ഛൻ വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ശ്രുതി പറഞ്ഞു, ആര് പറഞ്ഞിട്ടും മൈൻഡ് മാറ്റിയിട്ടില്ല. അപ്പം എങ്ങനെയാണ്
ഞങ്ങൾ പറഞ്ഞത് വേറൊന്നുമല്ല, വീട്ടിലേക്ക് വരാനാണ്. പക്ഷേ ഇതിപ്പോൾ രണ്ടും ഒരുപോലെ നടന്നു. ആ ഒരു കേസ് പിൻവലിക്കുകയും ചെയ്തു, വീട്ടിലേക്ക് വരികയും ചെയ്തു. എന്തായിരിക്കും വരുന്നത് അതിന് കാരണം? ഏതായാലും ഭാമി ആൻറ്റി കാരണമായിരിക്കൂലേ. കാരണം ഭാമി ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ ഭാമി ആൻറ്റി പറഞ്ഞു കാണും, എല്ലാം പറഞ്ഞ് നല്ല നേരെയാക്കി കാണും. അതായിരിക്കും അല്ലേ നന്ദി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവള്, പിന്നെ ചന്ദ്ര ആയിരിക്കണം, ഞാൻ പറഞ്ഞാൽ അവൾ വല്ലതും കേൾക്കുമോ മോളെ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവള് പിന്മാറിയത്. ഈ കേസിൽ നിന്ന് അവൾ പിന്മാറാനുള്ള കാരണമേ ആ വക്കീല് കാരണമാണ് പിന്മാറിയത്. വക്കീലോ? ഏത് വക്കീല്? ഏതോ ഒരു വക്കീല്. അത് മിക്കവാറും ശരത്തിന്റെ വക്കീലായിരിക്കാം. ആ വക്കീൽ വന്ന് 2 ലക്ഷം രൂപ കൊടുക്കാതെ പറഞ്ഞത് നമ്മുടെ ചന്ദ്ര അതിനകത്ത് മൂക്കും കുത്തി വീണു. 2 ലക്ഷം രൂപയോ? ഞാനത് വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചേ പറ്റൂ മോളെ. 2 ലക്ഷം രൂപ കൊടുത്തു എൻ്റെ മുമ്പിൽ വെച്ചല്ലേ. പിന്നെ ഒരു കേസ് പിൻവലിക്കുന്നതിന്, അതും ദരിദ്രാസിയായ നമ്മുടെ ശരത്തിൻ്റെ കേസ് പിൻവലിക്കുന്നതിന് 2 ലക്ഷം രൂപ കൊടുക്കാന്ന് ആരെങ്കിലും ഒക്കെ ഓഫർ ചെയ്യുമോ ആൻറ്റി? എന്നാൽ ചെയ്തു, പൈസ കൊടുക്കുകയും ചെയ്തു. ഞാനിത് വിശ്വസിക്കത്തില്ല. ആൻറ്റി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ വിശ്വസിക്കത്തില്ല. ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മുടെ ഭാമ എന്ത് ചെയ്യുന്നു? അലമാരയുടെ ഡോറ് പതുക്കെ തുറക്കണം. അപ്പം താക്കോല് സഹിതം എവിടെ ഇരിക്കുന്നതെന്ന് നമ്മുടെ ഭാമ കാണിക്കുന്നുണ്ട് കേട്ടോ. കാണിക്കുന്നതല്ല, കാണുന്നുണ്ട്. നമ്മുടെ ശ്രുതി അങ്ങനെ ഡോറ് തുറന്ന 2 ലക്ഷം രൂപ എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ശരിയാണോ ആൻറ്റി പറഞ്ഞത്? 2 ലക്ഷം രൂപ വക്കീല് കൊടുത്തോ? അതെങ്ങനെ 2 ലക്ഷം രൂപ കൊടുത്തു? അതൊന്നും അറിയില്ല. ചന്ദ്രയ്ക്ക് 2 ലക്ഷം രൂപ കിട്ടിയപ്പോഴത്തേക്കും അവൾക്ക് കഴിക്കുമോ? കാരണം അവൾക്ക് ആ ചെറുക്കൻ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് എന്താ ഗുണമിരിക്കുന്നത്? മനസ്സിനൊരു ചെറിയ സമാധാനം കിട്ടുമെന്ന് വയ്ക്കാം. അല്ലാതെ അവൾക്ക് വേറൊരു ചുക്കുമില്ല, ചുണ്ണാമ്പും ഇല്ല. സച്ചി രേവതീനെ ഒന്നും രവീന്ദ്രനോട്ട് ഇറക്കി വിടാനും പോകുന്നില്ല. അപ്പം പിന്നെ ഈ 2 ലക്ഷം രൂപ മേടിച്ചതിൽ എന്താ തെറ്റിരിക്കുന്നത്? അത് ശരിയാ, ഈ 2 ലക്ഷം രൂപ മേടിച്ചതിൽ ഒരു തെറ്റുമില്ല, അതൊക്കെ ശരിയാന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നതേ നമ്മുടെ രേവതി ഒരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു കല്യാണ മണ്ഡപം, 2 കല്യാണ മണ്ഡപം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അതായത് ഒരു മോഡൽ കല്യാണ മണ്ഡപം 2 സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇത് കണ്ടിട്ട് സച്ചിക്ക് വന്നിട്ട് ഭയങ്കര അതിശയം തോന്നി. ഇത് എന്തൊരു അടിപൊളി, ഇതെന്താ രേവതി എന്ന് വെച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇത് കല്യാണ മണ്ഡപമാണ്, എനിക്കൊരു കല്യാണ മണ്ഡപം ഒരുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് സച്ചിട്ട്. അപ്പം ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാന്ന് പറഞ്ഞപ്പോൾ ആണോ, ഏതായാലും ഗംഭീരമായിട്ടുണ്ട് രേവതി, പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ടും ഇതൊക്കെ ആരെങ്കിലും കണ്ട് ഇപ്പം നിന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകും. ഇപ്പം ഈ ഇവൻസ് ഒക്കെ ഒരുപാടുള്ളതല്ലേ, അവിടെ കൊണ്ടുപോകും നിന്നെ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സ്റ്റോറിയൊക്കെ ഇടാം. അപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാർ അറിയുമല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണോ സച്ചിയേട്ടാ? വേണമെന്നേ, നീ മാറിക്കേ, അതെടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ രേവതിയോട് പറഞ്ഞു, രേവതി നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, നിന്നെയും കൂടെ ചേർത്തെടുക്കാം, നീയാണ് ഇതിൻ്റെ ഓണറെന്ന് എല്ലാവരും അറിയണ്ടേന്നൊക്കെ പറഞ്ഞു. വേണ്ട സച്ചിയേട്ടാ, അത് ശരിയാവില്ല, എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല, ഞാൻ മുഷിഞ്ഞിരിക്കല്ലേ. നീ മുഷിഞ്ഞൊന്നിരിക്കല്ലേ, നിന്നെ കണ്ടാൽ സുന്ദരി, നീ ഇങ്ങോട്ട് കയറി വന്ന് നിന്നേന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ വർഷ ആ വഴി വരുന്നത്. വർഷയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അതിശയം. വർഷ ചോദിച്ചു, അയ്യോ ഇതെന്താ സച്ചിയേട്ടാ, ഇത് രസം ഉണ്ടല്ലോ കാണാനായിട്ട്. അത് പിന്നെ രേവതിക്ക് ഒരു ചെറിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് കല്യാണ മണ്ഡപം സെറ്റാക്കുന്നതിൻ്റെ. അതിനുവേണ്ടി രേവതി ചെറുതായിട്ട് ഡെക്കറേഷൻ നടക്കി, ഒരു ഡമ്മിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, അയ്യോ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത്രയും നല്ലൊരു കല്യാണ മണ്ഡപം കണ്ടിട്ടില്ല. ഏതായാലും ഇത് ഒരെണ്ണം മാത്രം പോരാ, ഇതുപോലെ കുറേ എണ്ണം സെറ്റാക്കിയിട്ട് രേവതി ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ആടൊക്കെ കൊടുക്കാന്നേ. രേവതി ചേച്ചി നല്ലൊരു സാരിയൊക്കെ ഉടുത്ത് കുറച്ചും കൂടെ ഒരു ലുക്കിലൊക്കെ വന്ന് നിന്നിട്ട് രേവതി ചേച്ചി ഒരു ചെറിയൊരു ആട് പറയുന്ന ആ ഒരു രീതിയിൽ വന്ന് നിൽക്കുക, നമുക്കൊരു ചെറിയ ആടായിട്ടൊക്കെ കൊടുക്കാം. അതൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാവരും ഒക്കെ ഇങ്ങനെ പരസ്യം ചെയ്യുന്നത്. അതുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് വയ്യ എൻ്റെ വർഷം എന്നൊക്കെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും സാരി ഒന്നും നല്ലതൊന്നും ഇരിപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ സാരിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വർഷയുടെ കയ്യിലൊരു സാരി ഉണ്ടായിരുന്നേ. അപ്പം വർഷം എന്തോ കൂട്ടിൽ തൂക്കിയൊക്കെ പിടിച്ചോണ്ടാണ് വന്നത്. അപ്പോൾ വർഷ സാരിയൊക്കെ ഉടുപ്പിക്കാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിനെ കൊണ്ട് റൂമിലേക്ക് പോയി. സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷം വന്നപ്പോഴത്തേക്കും എന്തി രേവതിനെ കണ്ടില്ലല്ലോ, രേവതി എന്തിയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം വരും, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇറങ്ങി വരുവാണ് കേട്ടോ. ഒരു അടിപൊളി സാരിയൊക്കെ ഉടുത്ത് ഒരു മോഡേൺ ലുക്കിലാണ് നമ്മുടെ രേവതി വരുന്നത്. സച്ചി തന്നെ ഞെട്ടിപ്പോവാ. സച്ചി ഇതെന്താ, ഇത് രേവതി തന്നെയാണോ? ഇതെന്താ രേവതി നിൻ്റെ മുടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? അത് പിന്നെ സച്ചി ഏട്ടാ വർഷ കാണിച്ചു വെച്ചതാ ഇങ്ങനെ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് വർഷേ. സത്യം പറഞ്ഞാൽ ഇപ്പം ബ്യൂട്ടി പാർലർ നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം തുടങ്ങാമല്ലോ, ഇതിപ്പം പൗഡർ എടുത്തതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ എനിക്കറിയാവുന്നേ, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്താൽ
ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ വന്ന് നിന്നേ, ഇവിടെ വന്ന് നിന്നിട്ട് ആ പരസ്യത്തിൽ പറയുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞ് വേറൊന്നും പറയണ്ട, വളരെ കുറഞ്ഞ ചെലവിൽ പൂമാല കെട്ടിക്കൊടുക്കും, അതുപോലെ കല്യാണ മണ്ഡപ ഓർഡറുകൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ട് രേവതി പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ല, അതൊന്നും സെറ്റ് ആവില്ല എന്നെ കൊണ്ടെന്ന് പറഞ്ഞപ്പം സച്ചി പറഞ്ഞു ആര് പറഞ്ഞു നിന്നെ കൊണ്ട് സെറ്റ് ആവത്തില്ലെന്ന്, സെറ്റാകും രേവതി എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര പ്രോത്സാഹനമൊക്കെ കൊടുത്ത് നമ്മുടെ രേവതിനെ അവിടെ അണിയിച്ചൊരുക്കി നിർത്തി. രേവതി ഏതായാലും പറഞ്ഞൊപ്പിച്ചു കേട്ടോ. കല്യാണ മണ്ഡപ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ പൂമാല കുറഞ്ഞ നിരക്കിൽ കെട്ടിക്കൊടുക്കും, പൂവെത്തിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ പരസ്യമൊക്കെ ചെയ്തു. അത് മാത്രമല്ല നമ്മുടെ സച്ചിക്ക് രേവതിനെ കണ്ടൊക്കെ കൊതിയായിട്ടോ. രേവതിനെ കണ്ടിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്ത് തരുമോ വർഷാന്ന് ചോദിച്ചിട്ട് വർഷേനെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുകയാണ്, രണ്ടുപേരും കൂടെ ചേർന്നൊക്കെ നിന്നിട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും ഡെവലപ്പായിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ രേവതിയുടെ പൂക്കച്ചവടം. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ ആൻ്റണി ഫോൺ വിളിക്കുകയാണ്. ഈ പറയുന്ന സീന് നാളെ കയറി വരുമോയെന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം നമ്മൾക്കിപ്പോൾ 2-3 സീനും കൊണ്ട് സ്റ്റോപ്പ് ആവുക ചെയ്യുന്ന സീരിയൽ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഏതായാലും ഞാൻ പറയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ആൻ്റണി ഫോൺ വിളിക്കുകയാണ്. ശ്രുതി എത്രയും പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യണം, 2 ലക്ഷം രൂപ തന്നോ, ഇല്ലെങ്കിൽ നവീൻ ദാസിൻ്റെ ബോഡി നിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കും, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോവും, വീട്ടിൽ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. ഇത് കേട്ടൊന്നും പേടിച്ചു വിറച്ച് നമ്മുടെ ശ്രുതി. ഏതായാലും ശ്രുതി ഷോറൂമിലായിരുന്നു, അവിടെ ശ്രുതി എന്തോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും, 2 ലക്ഷം രൂപ ഒപ്പിക്കണ്ടേ, എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റൂ. അതിന് ഒരു വഴി നമ്മുടെ ശ്രുതി കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ ആർക്കാം ചന്ദ്രയ്ക്ക് കൊടുത്ത ആ 2 ലക്ഷം രൂപ ഭാമ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വീട്ടിൽ കയറി പറ്റുകയാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ആ 2 ലക്ഷം രൂപ എടുത്തുകൊണ്ട് മുങ്ങാലോ പറക്കാലോ. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു, ആ 2 ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി നേരെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്ര ഡാൻസ് പഠിപ്പിക്കണുണ്ടേ, അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെയുണ്ട്. അപ്പം ശ്രുതിനെ കണ്ടോണ്ടേ ചന്ദ്ര ഇതാരാ മോളെ കയറി വാ, അല്ല മോളെന്താ ഈ വഴിക്ക് വന്നത്, അത് പിന്നെ ആൻറ്റി ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പം ആൻറ്റിക്ക് വേണ്ടി കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ അത് തരാൻ വന്നതെന്ന് പറയുമ്പോൾ ഓ എൻ്റെ മോളെ കൊണ്ട് ഞാൻ തോറ്റു, ഇവക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ ഭാമേ, ഇവൾ കണ്ടില്ലേ എൻ്റെ കാര്യം എല്ലാവരോടും പറയും, കണ്ടോ ഇവൾ എന്നെക്കുറിച്ച് എന്തൊക്കെ നല്ലതാണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും മാമ പറഞ്ഞു ഞാൻ കണ്ടെത്തി തന്ന മരുമകളല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടെത്തി തന്നെ മരുമകളല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ നിനക്ക് തരാം കേട്ടോ, ഏതായാലും മോള് വാ വന്നിരിക്കുക എന്നൊക്കെ പറയാം. ഏതായാലും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വിളമ്പിയൊക്കെ നമ്മുടെ ശ്രുതി കൊടുക്കുകയാണ്. ശ്രുതി വിളമ്പിയൊക്കെ കൊടുത്തു. ഈ ഭക്ഷണം കണ്ടതും നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടെ മൂക്കും കുത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക. മൂക്കും കുത്തി വീണു എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ തിരക്കിൽ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, പതുക്കെ ഫോണൊക്കെ വിളിച്ച് റേഞ്ച് കിട്ടുന്നില്ലല്ലോടി എന്ന് പറഞ്ഞ് സ്റ്റെയർ കയറി മേളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അവിടെയാണ് 2 ലക്ഷം രൂപ ഇരിക്കുന്നത്. ആ 2 ലക്ഷം രൂപ നമ്മുടെ ശ്രുതി എടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ശ്രുതിയെ പിടിക്കുവോ, പിടി വീഴുവോ, ചന്ദ്ര പൊക്കുവോ, അതോ ഇനി ആരെങ്കിലും പൊക്കുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഇങ്ങനെ കള്ളത്തരത്തിൻ്റെ കൂടാരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചീട്ട് കൊട്ടാരം പോലെ നമ്മുടെ ശ്രുതി. ഒരു ചീട്ട് അതിൽ നിന്ന് ഇളകിപ്പോയാൽ അത് തീരാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അങ്ങനെ ആയിരിക്കും നമ്മുടെ ശ്രുതിയുടെയും അവസ്ഥ. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ. നമ്മളെന്നും ഉച്ചയ്ക്ക് നമ്മുടെ പ്രേമവിശേഷമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലീനയുടെ കഥയും പ്രേമവിശേഷമൊക്കെ റിയൽ സ്റ്റോറിക്കകത്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.